ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ട് വന്നേക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാനും എൻ്റെ ഇക്കാക്കയും ആലിപ്പെണ്ണും കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണത് മൊനമ്പം ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ അതേ ആലിപ്പെണ്ണിന് ഇങ്ങനെ ബൈക്കിൽ കയറാൻ നിന്ന് പോകണം കേട്ടോ. അവൾക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം. അവൾ നിന്ന് ഇങ്ങനെ കാറ്റും കൊണ്ടിങ്ങനെ കണ്ടിങ്ങനെ പോകും കേട്ടോ. അതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവളുടെ പോലെ തന്നെ നിർത്തി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് മൊനമ്പം ബീച്ചിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ മൊനമ്പം ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഒരു സന്ധ്യ സമയമായിട്ടോ നമ്മൾ എത്തിയപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ടൈമായിരിക്കണം. നമ്മൾ എപ്പോഴും വിചാരിക്കും ഒന്ന് നേരത്തെ പോകണം. നമ്മൾ ഇനി മുമ്പ് പോയപ്പോഴൊക്കെ നൈറ്റായിട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യമെങ്കിലും നേരത്തെ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ നമുക്ക് പറ്റിയില്ല കേട്ടോ. നമ്മൾ ഇപ്പോഴും ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. അതേ ആലിപ്പണ്ണത്തെ ഡാഡീൻ്റെ കയ്യും പിടിച്ച് നടക്കണുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ ഇവൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കുറേ പട്ടികളുണ്ട്. അപ്പോൾ അതിനെ ഭയങ്കര ഇഷ്ടമാണ് ഇവൾക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നോളും കുറേ നേരം ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം ഇവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നില്ലേ അവിടെ ലൈവായിട്ട് കുറേ ഫിഷ് ഫ്രൈയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൊന്നും കഴിച്ചില്ല കേട്ടോ. കാരണം ഫിഷ് ഫ്രൈ ഒന്നും അവളായിട്ട് ഒട്ടും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അവൾ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കില്ല. പിന്നെ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതേ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ തന്നെ നൈറ്റ് ആയിട്ടുണ്ട്. നല്ല ഇരുട്ടായിട്ടോ. അപ്പോൾ അതേ എന്നിട്ടും ആലിപ്പന്നെ അവിടെ നിന്ന് വന്നില്ല. അവളുടെ ഡാഡീൻ്റെയും കൈ പിടിച്ചിങ്ങനെ നടക്കണേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് എങ്ങോട്ടാണ് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ചെറായി ബീച്ചിലേക്കാണ് കേട്ടോ. ചെറായി ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബജ്ജി മസ്റ്റാണ് കേട്ടോ. അവിടുത്തെ മുട്ട ബജ്ജിയും മുളക് ബജ്ജിയും നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അവിടെ പോയിട്ട് 2-3 അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്നും ചില്ല് ചെയ്ത് നേരെ പോയത് ഇക്കാക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവരപ്പോൾ ഒരു ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കാണാൻ പറഞ്ഞിട്ട് ഒരുമിച്ച് പോയതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കാറിലാണ് കേട്ടോ പോയത്. നമ്മൾ നേരെ പോയത് നമ്മുടെ ചെറായിലുള്ള സിനിമാസിലേക്കാണ് കേട്ടോ. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ബൾട്ടി മൂവിയാണ് കേട്ടോ കാണാൻ പോയത് ഷൈനികത്തിൻ്റെ. പക്ഷേ എനിക്കധികം ഫിലിം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഫുൾ ടൈം ഫൈറ്റ് ആയിരുന്നു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും ഫൈറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് വലിയ സ്റ്റോറികളൊന്നും പോയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് വഴി നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമല്ലോ. അത്ര ടൈമും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പോപ്കോൺ ഐസ്ക്രീമൊക്കെ തിന്ന ആവശ്യം അങ്ങോട്ട് മാറ്റി കേട്ടോ. അങ്ങനത്തെ ഫിലിം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ആലിപ്പഴം നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.